വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂൾസാണ് കേട്ടോ. റൂൾസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ KCS റൂൾസ് ചാപ്റ്റർ 2 രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പുതിയ അമെൻമെൻ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സസ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ തന്നെ എല്ലാം നമ്മൾ കണ്ടൻസും പറഞ്ഞു പോട്ടോ. അപ്പോൾ KCS റൂൾസ് ചാപ്റ്റർ 2 രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ബൈലോസ് റൂൾ 3 മുതൽ 15 വരെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ചാപ്റ്റർ 2ലുള്ളത് 3 മുതൽ 15 വരെയാണ് കേട്ടോ. അപ്പോൾ റൂൾ 3 എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ് റൂൾ 3 എന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അമെൻമെൻറ്റ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അമെൻമെൻറ്റ് വന്നു, നമ്മുടെ രജിസ്ട്രേഷൻ ഫീസൊക്കെ മൊത്തം മാറിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓർത്ത് പഠിക്കുക, ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ആദ്യം എവറി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി അണ്ടർ സബ്സെക്ഷൻ 1 സെക്ഷൻ 6 സബ്സെക്ഷൻ 1-ലാണല്ലോ പറയുന്നത്. ഷാൾ ബി മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കണം. ഫോം നമ്പർ 1-ലാണ് കൊടുക്കുക. ഫോം നമ്പർ 1-ൽ കൊടുക്കുമ്പം അക്കമ്പനി ചെയ്യേണ്ടത് എന്തെല്ലാം അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റൂൾ 3-ൽ. അതെന്തെല്ലാമാണെന്ന് ജസ്റ്റ് നോക്കാം. 3 കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോസ്. അതായത് പ്രൊപ്പോസ്ഡ് ബൈലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ബൈലോസ് അവരെഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. ഈ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്താണ്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരുടെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയ സൊസൈറ്റിയാണ്, അവരെങ്ങനെയൊക്കെയാണ് എന്തെല്ലാം ഭാഗം വയ്ക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അവർ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന എല്ലാവരും എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് 3 കോപ്പീസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബൈലോസ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ബി ക്ലോസ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രസ്താവ അമെൻമെൻറ്റിൽ ഒമിറ്റ് ചെയ്തതാണ്. എന്താ ഒമിറ്റ് ചെയ്തത്? സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ സംഭവം പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒമിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതില്ല, ഒമിറ്റ് ചെയ്തു. ബി ഒരു ക്ലോസ് ഒമിറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒമിറ്റ് ചെയ്ത കണ്ടൻറ്റ് ഇതാണ് കേട്ടോ. ഏതായിരുന്നു കണ്ടൻറ്റ്? സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റിംഗ്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം ഇതില്ല കേട്ടോ. പണ്ടാണതുണ്ടായിരുന്നത്. സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ദ പ്രൊപ്പോസൽ സൊസൈറ്റി ഇപ്പം ഇല്ല. ഓക്കെ, അത് ഒമിറ്റ് ചെയ്തു. പിന്നെ വന്നിട്ടുള്ളത് ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. അത് വേണം. ആരൊക്കെ ഉണ്ട് പേഴ്സൺസിൻ്റെ പേരുകൾ. ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് അവരുടെ ഷെയർ ക്യാപിറ്റൽ ടുഗദർ വിത്ത് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ആൻഡ് എൻട്രൻസ് ഫീസ് പെയ്ഡ് ബൈ ഈച്ച് ഓഫ് ദം. അവർ അടച്ച എൻട്രൻസ് ഫീയുടെ ഡീറ്റെയിൽസും വെച്ച് വേണം, കോൺട്രിബ്യൂട്ട് ചെയ്തതും വെച്ച് വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ സ്കീം ഷോയിങ് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് എക്കണോമിക് സൗണ്ട്നെസ് ഓഫ് പ്രൊപ്പോസ്ഡ് സൊസൈറ്റി വേണം. സച്ച് അതർ ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റ്സ് ആസ് മേ ബി റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് വേണം. പിന്നെ ഒരു കോട്ട് ഫീ സ്റ്റാമ്പ്, 5 രൂപയുടെ കോട്ട് ഫീ സ്റ്റാമ്പും വേണം കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ വേണം. അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടത്? 3 കോപ്പീസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബൈലോ വേണം. പിന്നെ ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് ദ ഷെയർ ക്യാപിറ്റൽ ടുഗദർ. എങ്ങനെ അവർ എൻട്രൻസ് ഫീസ് പെയ്ഡ് ചെയ്തതും കൂടി ഡീറ്റെയിൽസ് വേണം. പിന്നെ വേണ്ടത് എന്താണ്? എക്കണോമിക് സൗണ്ട്നെസ് ഷോ ചെയ്യാനുള്ള സ്കീം കാണിക്കണം. പിന്നെ എന്താണോ രജിസ്ട്രാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് വേണം. പിന്നെ അത് കൊടുക്കുമ്പോൾ കോട്ട് ഫീ സ്റ്റാമ്പ്, 5 രൂപയുടെ കോട്ട് ഫീ സ്റ്റാമ്പ്. അത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പർപ്പസിനും നമുക്ക് അറിയാവുന്നതാണല്ലേ. കോട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. അടുത്തത് പറയുന്നത്, രണ്ടാമത്തതായിട്ട് പറയുന്നത്, വെറുതെ ആപ്ലിക്കൻസ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, അതായത് സൊസൈറ്റികൾക്കും തുടങ്ങാലോ, സംഘം തുടങ്ങാലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? ബൈ നോട്ട് ലെസ് ദാൻ 25% സൈൻ ചെയ്യണം അല്ലേ. ഈച്ച് ഓഫ് സച്ച് പേഴ്സൺസ് ബീയിങ് എ മെമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫാമിലി. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻറ്റ് ഫാമിലി ആയിരിക്കണം എന്ന്. അപ്പോൾ ആരൊക്കെ ഫാമിലി ആവണം എന്നുള്ളതൊക്കെ നമ്മളെ സെക്ഷനിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സെക്ഷൻ പഠിക്കുമ്പോൾ ആ ഫാമിലി ആരായിരിക്കണം, ഫാമിലി മെമ്പേഴ്സ് ഇൻക്ലൂഡിങ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളത് പഠിച്ചിരിക്കണം. വെറുതെ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ്. ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ നോട്ട് ലെസ് ദാൻ 25% ഈച്ച് ഓഫ് സച്ച് പേഴ്സൺ ബീയിങ് മെമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫാമിലി എന്നാണ് ഇവിടെ പറഞ്ഞിട്ട്. മൂന്നാമത്തെ പറയുന്നത്, വേർ എനി പേഴ്സൺ ഓഫ് എ സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് ഈസ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി. അതായത് മെമ്പർ സൊസൈറ്റിയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ മെമ്പർ ഓഫ് എ കമ്മിറ്റി ഓഫ് സച്ച് രജിസ്റ്റേർഡ് സൊസൈറ്റി ഷാൾ ബി ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദാറ്റ് സൊസൈറ്റി ബൈ എ റെസൊല്യൂഷൻ ടു സൈൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ദ ബൈലോസ് ഓൺ ഇറ്റ്സ് ബിഹാഫ് ആൻഡ് എ കോപ്പി ഓഫ് സച്ച് റെസൊല്യൂഷൻ ഷാൾ ബി അപ്പൻഡഡ് ടു ദ ആപ്ലിക്കേഷൻ. അതായത് ഇപ്പം അവർക്കിപ്പോൾ സൊസൈറ്റീനെ മൊത്തമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യും? അവരുടെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അവരുടെ ഒരു ആളെന്നെയാണ് എന്ത് ചെയ്യുക? വെക്കുക അല്ലേ. ഏതെങ്കിലും ഒരു മെമ്പർ, എനി മെമ്പർ ഓഫ് എ സൊസൈറ്റിയാണ് അവർ ചെയ്യുക. അവർ റെപ്രസെൻ്റ് ചെയ്തിട്ട് അയാളാണ് പോവുക.
അടുത്തത് പറയുന്നത് വേർ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് ഈസ് എ ബോഡി, വെദർ സ്റ്റാറ്റ്യൂട്ടറി ആവാം അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ആവാം, കമ്മിറ്റി ആവാം, കോർപ്പറേഷൻ ആവാം. അങ്ങനെ ദാറ്റ് ബോഡി ഷോൾ ഓതറൈസ് ചെയ്യുക ഏതെങ്കിലും ഒരു പേഴ്സണെ ടു സൈൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, സൈൻ ചെയ്ത് ആപ്ലിക്കേഷൻ ബൈലോയും എല്ലാമായിട്ട് അവരെന്ത് ചെയ്യണം, റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇദ്ദേഹത്തിനെതിരെ ആരും നിൽക്കാൻ പാടില്ല, അല്ലെ എല്ലാവർക്കും സമ്മതനായ ഒരാളെ വേണം പറഞ്ഞയക്കാം. പിന്നെ അടുത്തത് പറയുന്നത് ആപ്ലിക്കേഷൻ ഷാൾ ബി സെൻഡ് ടു ദ രജിസ്ട്രാർ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഡെലിവേർഡ് ഇൻ ഓഫീസ് ഇൻ പേഴ്സൺ. ഒന്നെങ്കിൽ വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് കൊണ്ടുകൊടുക്കാം, ഒരാളെ വിട്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരാളെ പോയിട്ട് നേരിട്ട് കൊണ്ടു കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാവർക്കും ഇപ്പോൾ നേരിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, രജിസ്ട്രാർക്ക് രജിസ്റ്റേർഡ് പോസ്റ്റിൽ സെൻഡ് ചെയ്താലും മതി. ഓക്കെ, അങ്ങനെ 5 കണ്ടീഷനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 6ാമത്തെ കണ്ടീഷൻസ് നമുക്കറിയാവുന്നതാണ്, രജിസ്ട്രേഷൻ ഫീസുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ വലിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നോക്കാം നമുക്ക്. ഏതാത്, എവറി ആപ്ലിക്കേഷൻ ഷാൾ ബി അക്കമ്പനിഡ് ബൈ എ ചലാൻ വേണമല്ലോ. നമ്മളിപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് ചലാൻ അടയ്ക്കാതെ എക്സാമിന് സമ്മതിക്കുമോ? അതേപോലെ തന്നെയാണ്, ചലാൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ ചലാൻ വേണം. ചലാൻ അടയ്ക്കേണ്ട രജിസ്ട്രേഷൻ ഫീസാണ് ആകെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെയൊക്കെ നമ്മൾ മായ്ക്കുക, എന്നിട്ട് പുതുത് പഠിക്കുക കേട്ടോ. വിത്തിൻ്റെ താലൂക്ക് ആകുമ്പോൾ ഇപ്പോൾ 2500 ആദ്യം എത്രയായിരുന്നു, 2000 ആയിരുന്നു. പിന്നെ എ താലൂക്ക് ആൻഡ് എബവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ് ഇല്ല എന്നാൽ ഒരു താലൂക്കിൽ കൂടുതലുണ്ടേന്. അപ്പോൾ അത് 5000, പണ്ട് 4000 ആയിരുന്നു, ഇപ്പം 5000 ആയി. ഡിസ്ട്രിക്റ്റ് ആണെങ്കിലോ അന്ന് 5000 ആയിരുന്നു കേട്ടോ, ഇപ്പോൾ 6250 കേട്ടോ. ഇനി മോർ ദാൻ എ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലോ ഇപ്പോൾ 12500, പണ്ട് 10000 ആയിരുന്നു. പിന്നെ സ്കൂൾ ഓർ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി 100, അവർക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പണ്ടുള്ളത് തന്നെയാണ്. SC/ST വുമൺ സൊസൈറ്റിക്ക് 500, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഫീസ് റെമിറ്റഡ് ഇൻ ടു ട്രഷറിയിലാണ് അടയ്ക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. ഇതൊന്നും എന്തായാലും ചോദ്യം ഉണ്ടാവും. വിത്തിൻ്റെ താലൂക്ക് 2500. പഴത് നോക്കണ്ട, പഴത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യാച്ചിട്ടുള്ളൂ. പഴത് നോക്കിയിരിക്കരുത്, അല്ലെങ്കിൽ ഇത്ര കൂടി എന്ന് പറഞ്ഞിട്ട് പഠിച്ചാലും മതി. പണ്ടത്തെ നല്ലോണം മനസ്സിൽ ഉറച്ചിരിക്കണമായിരുന്നു ഇത്ര കൂടി എന്ന് പറഞ്ഞിട്ട് പഠിക്കുക. പുതിയ പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെയും പഠിക്കാം. വിത്തിൻ്റെ താലൂക്ക് 2500, താലൂക്ക് ആൻഡ് എബവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ് 5000, ഡിസ്ട്രിക്റ്റ് 6250, മോർ ദാൻ എ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 12500. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാറ്റില്ല, 100. SC/ST വുമൺ സൊസൈറ്റി 500 കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പഠിക്കുക. വിത്തിൻ്റെ താലൂക്ക് 2500, താലൂക്ക് ആൻഡ് എബവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ് ആകുമ്പോൾ 5000, ഡിസ്ട്രിക്റ്റ് വരുമ്പോൾ 6250, മോർ ദാൻ എ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 12500 കേട്ടോ. സ്കൂൾ ഓർ കോളേജ് 100, SC/ST വുമൺ സൊസൈറ്റി ആകുമ്പോൾ 500. ഓക്കെ, അത് ഏകദേശം ഓക്കെ എന്ന് വിചാരിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും പഠിക്കണം കേട്ടോ. പിന്നെ പുതിയൊരു ചെറിയ ഇൻസെർഷൻ നടന്നിട്ടുള്ളത്, എവറി ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ഓൺലൈൻ ഓർ ഓൺ ഫിസിക്കൽ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൺലൈനിൽ കൂടി നടത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് 7ാമത്തെ പോയിൻ്റായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 7ാമത്തെ പോയിൻ്റായിട്ട് കൂട്ടിച്ചേർത്തതാണ്, പുതുതായിട്ട് ഇൻസർട്ട് ചെയ്തതാണ് കേട്ടോ. 6ൽ പിന്നെ ചേഞ്ച് വരുത്തി. 6ാമത്തെ പോയിൻ്റാണിത്, അത് ചേഞ്ച് വരുത്തി. ഏത് രജിസ്ട്രേഷൻ ഫീയെ ബന്ധപ്പെട്ടത്. 7ാമത്തെ ഇൻസർട്ട് ചെയ്തു. അപ്പോൾ ഈ ഇൻസർഷനാണ് ഇത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. സബ്സെക്ഷൻ 7 ആഡ് ചെയ്തതാണ് കേട്ടോ. എവറി ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ഓൺലൈൻ ഓർ ഓൺ ഫിസിക്കൽ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ഇൻസർഷൻ വന്നതാണ്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോയിന്റുകൾ ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. എന്തെല്ലാം വേണം രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ്റെ കൂടെ എന്തെല്ലാം വയ്ക്കണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ 6 സബ്സെക്ഷൻ 1 പ്രകാരം മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കണം. ഫോം നമ്പർ 1ൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ. 3 കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈലോ 1. പണ്ടുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ഒഴിവാക്കി. ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് വേണം. അവർ ഷെയർ ക്യാപിറ്റൽ, കോൺട്രിബ്യൂട്ടഡ് എൻട്രൻസ് ഫീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ സ്കീം വേണം, എക്കണോമിക് സൗണ്ട്നെസ് കാണിക്കുന്ന സ്കീം വേണം. പിന്നെ എന്താണോ രജിസ്ട്രാർ ആവശ്യപ്പെടുന്നത് ആ ഒരു ഡോക്യുമെൻസും ഇൻഫർമേഷൻസും വേണം. കോട്ട് ഫീസ് സ്റ്റാമ്പ് 5 രൂപ ഒട്ടിക്കണം. 6ാമതായിട്ട് വരുന്ന എന്താണ്? ചലാൻ റെസിപ്റ്റ് ആണ്. ചലാൻ റെസിപ്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ.
ചലാൻ റെസിപ്റ്റിൻ്റെ കാര്യം അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ രണ്ടാമത്തത് ഈ പറയണത് അപ്ലിക്കൻസ് ആണെങ്കിൽ 25 പേര് സൈൻ ചെയ്യണം. 25-ൽ നോട്ട് ലെസ് ദാൻ 25% സൈൻ ചെയ്യണം. ഇപ്പോൾ സൊസൈറ്റികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്, എന്നിട്ട് ഓതറൈസ് ചെയ്യും. എന്നിട്ട് അവരെയാണ് കോപ്പി ഓഫ് റെസല്യൂഷനാണ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക കേട്ടോ. കോപ്പി ഓഫ് റെസല്യൂഷനാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ കോർപ്പറേഷൻ ആണെങ്കിലും കോപ്പി ഓഫ് റെസല്യൂഷനാണ്. എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് ഈസ് എ ബോഡി. അപ്പോൾ അവരെ എംപവർ ചെയ്തിട്ട് ഒരു കോപ്പി ഓഫ് റെസല്യൂഷൻ, എല്ലാവർക്കും സമ്മതമായ ഒരാൾ കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കാം. പിന്നെ ആറാമത്തെ മാറ്റം വന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക. വിത്തിൻ താലൂക്ക് 2500, താലൂക്ക് ആൻഡ് അബവ് ബട്ട് ലെസ് ദാൻ ഡിസ്ട്രിക്റ്റ് 5000, ഡിസ്ട്രിക്റ്റ് 6250, മോർ ദാൻ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 12500, സ്കൂൾ ഓർ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 100, SC/ST വുമൻ സൊസൈറ്റി 500. ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത് 7ാമത്തെ പോയിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ചെറിയൊരു ഭാഗമാണ് റൂൾ 3, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ആരും മിസ് ചെയ്യാതെ പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത റൂളുമായിട്ട് വരാം. താങ്ക് യു.